Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോ ആ ഒരു മാജിക് ബൂ അവനാണെങ്കിൽ കോട്ടക്സിനെയും അതുപോലെ തന്നെ പിക്കലോയെയും അവന്റെ ബോഡിയോട് അബ്സോർബ് ചെയ്ത് ഒരുപാട് പവർഫുൾ ആയി മാറിയിരിക്കുകയാണ്. ഗോഹാൻ ഒരു ആശ്വാസത്തിന് ഗോക്കു അവിടേക്ക് വരുമെങ്കിലും അവൻ തന്ത്രപരമായി ഗോഹാനെ അബ്സോർബ് ചെയ്തെടുക്കും. ഗോക്കു ആണെങ്കിൽ കായ് കൊടുത്ത ആ ഒരു കമ്മൽ അവന് കൊടുക്കാൻ ശ്രമിക്കുമെങ്കിലും അതെല്ലാം തന്നെ ചീറ്റിപ്പോയി. ഇപ്പൊ ഗോഹാനെ അവന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഗോഹാന്റെ അൺലിമിറ്റഡ് പവർ കൂടെ ബോവിന് കിട്ടിയതിനെ തുടർന്ന് അവനിപ്പോ വലിയ പവർഫുൾ ആയി മാറി. ഗോകുനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മുൻപിൽ പരാജയം മാത്രമാണ് ബാക്കിയുള്ളത്. സഹായിക്കാനായിട്ട് ആരുമില്ല. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ മരണത്തോട് മല്ലടിക്കുന്നു. പിന്നെയുള്ളത് സെയ്റ്റാനാണ്. അവനാണെങ്കിൽ വലിയ പവറില്ല. ണെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴായിരിക്കും വജീറ്റയുടെ പവർ ഗോകുവിന് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ബോ അവനെ അറ്റാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ പവർ ഉപയോഗിച്ച് ഗോകു വജീറ്റയുടെ അടുത്തേക്ക് ചെല്ലും. പക്ഷേ വജീറ്റ ആണെങ്കിൽ ഗോകുവിനോടുള്ള ദേഷ്യത്താലും പിണക്കത്താലും ആ ഒരു ഫ്യൂഷന് സമ്മതിക്കില്ല. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ആ ബൂവായിട്ട് പോരാടാനായിട്ട് ശ്രമിക്കും. ഒരുപാട് നേരത്തെ പോരാട്ടത്തിന് ശേഷമായിരിക്കും ഗോകുവിൽ നിന്ന് തന്റെ ഭാര്യയും അതുപോലെ ട്രങ്ക്സും എല്ലാം തന്നെ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം വജീറ്റ മനസ്സിലാക്കുക. അങ്ങനെ വേറെ വഴിയില്ലാതെ ഗോകു പറഞ്ഞതനുസരിച്ച് ആ ഒരു കമ്മലണിഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ഫ്യൂഷനിലേക്ക് പോയി ഒന്നായി മാറും. പക്ഷെ ഗോകു ആണെങ്കിൽ ഇപ്പൊ ബൂവിനോട് പറയും, ഞങ്ങളുടെ പവർ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിന് ബൂ ആണെങ്കിൽ അവരോട് പറയും, ഞാൻ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്യൂഷൻ ചെയ്യാനായിട്ട് സമയം തന്നത്. സത്യത്തിൽ ഞാനിപ്പോ നിങ്ങളെ കഴിഞ്ഞ് ഒത്തിരി പവർഫുള്ളാണ്. ട്രങ്ക്സിന്റെ, ഗോട്ടന്റെ, പിക്ലോയുടെ, നിന്റെ മകൻ ഗോഹാന്റെ എല്ലാവരുടെയും പവർ എന്റെ ഉള്ളിലുണ്ട്. മാത്രമല്ല എന്റെ അൾട്ടിമേറ്റ് പവറും എന്നോടൊപ്പം ഉണ്ട്. കോമ്പറ്റീഷൻ അല്പം ടൈറ്റ് ആവണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് മാത്രമേ ഇവിടെ നടക്കാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ ഇപ്പൊ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഫ്യൂഷൻ ഗോകു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവനുമായിട്ട് പോരാടും. ബോ ആണെങ്കിൽ അവരെ പിടിച്ചു വലിച്ച് താഴേക്കിട്ട് വലിയൊരു പൊട്ടിത്തെറി ക്രിയേറ്റ് ചെയ്യാണ്. അവർക്ക് അതിലൊരു പോറൽ പോലും ഏൽക്കില്ല. നന്നായിരുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് ആയിട്ട് എഴുന്നേറ്റ് വരും. അതിന് ബൂ ആണെങ്കിൽ അവരോട് പറയും, ഇതെന്റെ പവറിന്റെ 1% പോലും അല്ല. എന്റെ റിയൽ പവർ എന്താണെന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ ആ വാലുപയോഗിച്ച് അവരെ തൂക്കിയെടുത്ത് അറഞ്ചം ഓരോ ഭാഗത്തേക്ക് എറിഞ്ഞ് കറക്കിക്കൊണ്ടേയിരിക്കും. പവറിന് മുൻപിൽ നീ ഒന്നുമല്ല എന്ന് ബോ ഇപ്പൊ വീണ്ടും അവരോട് പറയും. അതിന് നമ്മുടെ ഫ്യൂഷൻ ഗോകു ആണെങ്കിൽ അവനോട് പറയും, ഇനി ഞങ്ങളുടെ പവർ നീ കാണാൻ പോകുന്നതാണെന്ന് പറഞ്ഞ് വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്ത് അവനെ ആഞ്ഞടിക്കും. അവന്റെ ബോഡി അങ്ങനെ ഓരോ ഭാഗത്തേക്ക് ചിന്ന ഭിന്ന ആവുകയാണ്. പക്ഷെ ഞൊടി ഇടയിൽ തന്നെ അവൻ റീജനറേറ്റ് ചെയ്തെടുക്കും. വാവ്, ഇതാണ് ബൂ, ഞങ്ങൾ പ്രതീക്ഷിച്ച ബൂ ആണെങ്കിൽ അവരോട് പറയും, ഞാനും ഈ പവർ പ്രതീക്ഷിച്ചതാണ്. സത്യത്തിൽ നിങ്ങൾ നന്നായിട്ട് ഇപ്പൊ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ നിന്റെ അഹങ്കാരം അത് കൂടിയിരിക്കുകയാണ്. ഒരു കാരണവശാലും അത് ഞാൻ അനുവദിക്കില്ല. സോ ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും ഗോകുവിനോട് പോരാടും. പക്ഷെ അവന്റെ ഓരോ പഞ്ചും അവർ ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ കലി ഇളകിയ ബൂ ആണെങ്കിൽ ഇപ്പൊ വലിയൊരു പവർ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് കണ്ട് ഇപ്പൊ ഫ്യൂഷൻ ഗോകു ആണെങ്കിൽ വിളിച്ചു പറയും, ഒരു കാരണവശാലും നീ അത് ചെയ്യാൻ പാടില്ല. ബോവിനാണെങ്കിൽ ഭയങ്കര അഹങ്കാരം. അവനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ഭൂമി നശിക്കാനുള്ള ഏറ്റവും വലിയൊരു ബ്ലാസ്റ്റ് ആണിത്. നീ എന്ത് ചെയ്യും? ഇപ്പോ ഭൂമിയിൽ നിന്ന് പേടിച്ചോടോ അതോ ഈ ഒരു ബ്ലാസ്റ്റിനെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിച്ച് നീ നിന്റെ തന്നെ ജീവൻ ഇല്ലാതാക്കുവോ? മണ്ടനായി എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്? എനിക്കതറിയാൻ ആകാംക്ഷയാവുന്നു പറഞ്ഞ് അവനങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് നമ്മുടെ ഫ്യൂഷൻ ഗോകു ആണെങ്കിൽ തീർത്തു പറയും, നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, പക്ഷേ നിന്റെ ഈ ചെറിയ പവറും ഈ നുണുങ്ങു വിദ്യയും അത് കണ്ട് ഞങ്ങൾ ഭയപ്പെടാനായിട്ട് പോകുന്നില്ല. തീർച്ചയായിട്ടും ഈ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാനും നീ ഇല്ലാതാക്കിയവരെ തിരികെ പിടിക്കാനുമാണ് ഞങ്ങളിത് ചെയ്തതും ഇവിടേക്ക് വന്നതും. അത് ഞങ്ങൾ ചെയ്തിരിക്കും. തകർത്ത് നഷ്ടപ്പെട്ടു പോയവരെ എല്ലാവരെയും ഞങ്ങൾ വീണ്ടെടുക്കും. അത് കേട്ട് ബൂ അവൻ ഞെട്ടും. അവനാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഫ്യൂഷൻ ഗോകുവിനോട് പറയും, നീ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ അഹങ്കാരത്തോടു കൂടെ നിങ്ങൾ നിന്നാലും നിങ്ങളെ കൊണ്ട് ഈ ഒരു വലിയ പവറിനെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. ഭൂമിയെ മുഴുവൻ വിഴുങ്ങാൻ പോകുന്ന ഒരു വലിയ മാസീവ് പവറാണിത്. ഫ്യൂഷൻ ഗോകുവിനാണെങ്കിൽ അതൊക്കെ കേട്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് അനങ്ങാൻ പോകുന്നില്ല, നിനക്ക് ധൈര്യമായിട്ട് ആ പവർ അത് ഉപയോഗിക്കാമെന്ന് പറയും. ബോ ആണെങ്കിൽ അത് കേട്ട് മുഴുവൻ കൺട്രോൾ നഷ്ടപ്പെട്ട് ആ ഒരു വലിയ പവർ അവിടേക്ക് വലിച്ചെറിയുകയാണ്. ഗോകു ആണെങ്കിൽ ഒരു അട്ടി പോലും പതറാതെ അവിടെ തന്നെ കാലുറപ്പിച്ചു നിന്ന് ആ ഒരു പവർ അതങ്ങനെ ഹാൻഡിൽ ചെയ്യും. അതിനുശേഷം പതിയെ അത് മുകളിലേക്ക് ഉയർത്തിയെടുത്ത് ഈ വലിയ പവർ അത് ഭൂമി നശിപ്പിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ചെറുതാണെന്ന് പറഞ്ഞ് ഫ്യൂഷൻ ഗോകു ആണെങ്കിൽ അവന്റെ ഫുൾ പവറും കൊടുത്ത് മുൻപോട്ടേക്ക് ശക്തമായി ഓടി ആ ഒരു പവർ ഇപ്പൊ ബോവിന് നേർക്കന്നെ അയക്കും. ബോ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. പക്ഷെ അവൻ ജസ്റ്റ് മിസ്സിന് തെന്നി മാറി ആ പവറിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അത് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോയി സ്പേസിൽ വെച്ച് തന്നെ അങ്ങനെ പൊട്ടിത്തെറിക്കും. ബോവിനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇത്രയും വലിയൊരു ശക്തി അവർക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയുമെന്ന് അവൻ കരുതിയതല്ല. ഇവിടെ ഫ്യൂഷൻ ഗോകു ആണെങ്കിൽ ഹായ് ആയിട്ട് അവന്റെ മുൻപിലേക്ക് തന്നെ വരും. നിന്റെ ഉള്ളിൽ അല്പം പവറൊക്കെ ഉണ്ടല്ലേ, ഇത്രയധികം പവർ അകത്ത് വെച്ചിട്ടാണ് നീ അത് പുറത്ത് കാണിക്കാതിരുന്നത്. അത് കേട്ട് ഫ്യൂഷൻ ഗോകു ആണെങ്കിൽ അവനോട് പറയും, ഇതല്ല ഇതിലും പവർ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോ ഫ്യൂഷൻ പവറിലേക്ക് പോവും.
ഒരു പവർ കണ്ട് അവൻ ഞെട്ടും. നിന്റെ ഓവർ കോൺഫിഡൻസ് ഒക്കെ അടിപൊളിയാണ്, പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല. നിനക്കെന്നെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. ഓൾറെഡി കോട്ടക്സിന്റെയും അതുപോലെ തന്നെ ഗൊഹാന്റോയും പിക്കലോയുടെയും എല്ലാവരുടെയും പവർ ഞാൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ ഉള്ളിൽ ഇപ്പൊ അൺലിമിറ്റഡ് പവർ ഉണ്ട്. അതിന്റെ മുൻപിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ അവനോട് പറയും, ഈ കമ്മലിന്റെ ശക്തി അതിലും എത്രയോ വലുതാണ്. രണ്ടുപേരുടെയും പവറിനെ കഴിഞ്ഞ് ഒരുപാട് പവർ ഈ കമ്മലിന് തരാൻ കഴിയും. ഓൾറെഡി ഞാനിപ്പോ സൂപ്പർ സയൻ 3rd ഫേസിലേക്ക് പോയി കഴിഞ്ഞു. ഞങ്ങളുടെ ആൾക്കാരെ അബ്സോർബ് ചെയ്ത അഹങ്കാരത്തിലല്ലേ നീ സംസാരിക്കുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഏറ്റുമുട്ടാൻ പറയും. അത് കേട്ട് ബൂ ആണെങ്കിൽ ചാടി വന്ന് ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ എല്ലാ പഞ്ചിൽ നിന്നും തെന്നി മാറും. ശേഷം കാലു മടക്കി അങ്ങനെ കറങ്ങി വന്ന് അവന്റെ മുഖത്ത് പഞ്ച് ചെയ്യാണ്. ചോര തുളുമ്പി ബൂ അങ്ങനെ നിൽക്കും. ഗോക്കു ആണെങ്കിൽ ചൂണ്ടിക്കാണിക്കും, നിന്റെ മുഖത്ത് ചോര. ആണെങ്കിൽ അവന്റെ ദേഷ്യം 10 മടങ്ങാവും. വലിയൊരു മാസി പവർ ഉപയോഗിച്ച് അറഞ്ചം പൊറഞ്ചം അവനിപ്പോ നമ്മുടെ ഫ്യൂഷൻ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാണ്. ഫ്യൂഷൻ ഗോക്കു ആണെങ്കിൽ ആ അറ്റാക്കുകൾ നല്ല രക്ഷപ്പെട്ട് വെള്ളത്തിലേക്ക് പോകും. അതിനുശേഷം മുകളിലേക്ക് ഉയർന്നു വന്ന് നിനക്കൊരു ഗിഫ്റ്റ് തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് വലിയൊരു പവർ അവന്റെ നേർക്കയക്കും. അവനെ അതങ്ങനെ ദൂരേക്ക് കൊണ്ടുപോയി പൊട്ട് തെറിപ്പിച്ച് ചിന്ന ഭിന്നമാക്കും. നിനക്കിത് മതിയാകുമോ അതോ ഇനി അല്പം കൂടെ വേണം ചോദിക്കും. ചിന്ന ഭിന്നമായ അവന്റെ പാർട്സ് അത് വീണ്ടും ഒരുമിച്ച് റീജനറേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അവനാണെങ്കിൽ അവന്റെ ബോഡിയിൽ നിന്ന് എയർ പുറത്തേക്ക് വിടും. ഇതൊരു പുതിയ ടെക്നിക്കാണ്, നിനക്കിനി എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ മുഴുവനായിട്ട് ഫോക്കസ് സ്പ്രെഡ് ചെയ്ത് അവൻ ഇൻവിസിബിൾ ആവുകയാണ്. ആണെങ്കിൽ ഹായ് ആയിട്ട് അവനോട് പറയും, എനിക്ക് നിന്നെ അറ്റാക്ക് ചെയ്യാൻ നിന്നെ കാണേണ്ട ആവശ്യമില്ല, കാണാതെ തന്നെ എനിക്ക് നിന്നെ നേരിടാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനെ അറഞ്ചം പുറഞ്ഞ് തല്ലുകയാണ്. അത് കിട്ടി നിറഞ്ഞ ബൂ ആണെങ്കിൽ വിസിബിൾ ആവും. ഇതെങ്ങനെ ഇവനെ കൊണ്ട് സാധിച്ചു? എങ്ങനെ ഇവനെ എന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞു? ആണെങ്കിൽ വീണ്ടും അവനെ ആഞ്ഞടിച്ച് താഴേക്കിടുകയാണ്. ഇവിടെ സുപ്രീം കായ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. ആ കമ്മലിന് ഇത്രയധികം പവർ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. അവർ രണ്ടുപേരും ആ കമ്മൽ അണിഞ്ഞപ്പോ വലിയൊരു പവർഫുൾ ശക്തിയായി മാറി. ഇറ്റയും ഗോക്കുവും ചേർന്ന് ഇപ്പൊ ഭൂമിയെ രക്ഷിച്ചിരിക്കുകയാണ്. ഭൂമിയെ മാത്രമല്ല ഈ പ്രപഞ്ചത്തെ തന്നെ അവർ രക്ഷിച്ചു. അത് കേട്ട് അപ്പാപ്പൻ പറയും, ഒരു ശക്തി അത് ആ കമ്മലിന്റേത് മാത്രമല്ല, അതുപയോഗിച്ച രണ്ടുപേരും പവർഫുൾ ആയ ആൾക്കാരാണ്. വർഷങ്ങളുടെ ട്രെയിനിങ് നേടിയെടുത്തവരാണ് അവർ രണ്ടുപേരും. അതുകൊണ്ടാണ് ഇത്രയധികം പവർ അവർ ഫ്യൂഷൻ ചെയ്തപ്പോൾ പ്രൊഡ്യൂസ് ആയത്. കുറെ നാളായി ശത്രുക്കളായിരുന്നവർ ഒന്നിച്ചപ്പോ വലിയൊരു പവർഫുൾ ശക്തിയായി മാറിയെന്ന് സുപ്രീം കായ് പറയും. ഇവിടെ ഗോക്കു ആണെങ്കിൽ താഴെ വീണ് കടന്ന ബൂനെ അവന്റെ പവർ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തിയെടുക്കും. എന്തുപറ്റി, നീ തോൽവി സമ്മതിച്ചോ? ഗോക്കു ആണെങ്കിൽ അവനെ നോക്കി പരിഹസിച്ചിരിക്കുമ്പോ ബൂവിന്റെ ദേഷ്യം 10 മടങ്ങാവും. നിനക്കതിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ നോക്കി ചിരിക്കും, മരിക്കാൻ പോകുന്നത് അത് നീയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ഫ്ലഷ് രൂപത്തിലേക്ക് മാറി ഗോക്കുവിന്റെ വായിലൂടെ അകത്തേക്ക് പോകും. നിങ്ങൾ ഒരു സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആവും, ബൂ നീ എന്തായി ചെയ്യണേ? അതിനവൻ പറയും, ഇതെന്റെ അടുത്തൊരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ്. ഞാൻ നിന്റെ ബോഡിക്കുള്ളിലേക്ക് പോയി നിന്നെ മുഴുവനായിട്ടും തകർത്ത് കളയും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ അവനോട് പറയും, നിനക്ക് തെറ്റി, ഇല്ലാതാക്കാൻ പോകുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും വലിയ ഒച്ചയിൽ നിലവിളിച്ച് കരയാനായിട്ട് തുടങ്ങും. ഗോക്കു ആണെങ്കിൽ അവന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാണ്. ഇപ്പൊ ബൂ അവനാണെങ്കിൽ ശരീരത്തിന് ഓരോ ഭാഗത്തേക്ക് നീങ്ങാൻ ശ്രമിക്കും. ഗോക്കു ആ ഓരോ ഭാഗത്തും പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം അവൻ നിലത്തേക്ക് അങ്ങനെ അട്ടിച്ച് വീഴും. 8ന്റെ പണി കിട്ടിയെന്ന് മനസ്സിലാക്കിയ ബൂ ആണെങ്കിൽ വിഷമത്തോടുകൂടെ പറയും, എനിക്കിവിടെ അനങ്ങാൻ കഴിയുന്നില്ല, എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ലോക്കായി പോയത്? അതിന് ഗോക്കു പറയും, എന്റെ പവർ ഉപയോഗിച്ച് ഞാൻ നിന്നെ ഇവിടെ ലോക്ക് ചെയ്തു, നിനക്കിപ്പോ പോരാടണോ, ലോക്കായിട്ട് കിടക്കണമെന്ന് ചോദിച്ച് വാ തുറക്കും. അടുത്ത നിമിഷം ബൂ ആണെങ്കിൽ പുറത്തേക്ക് വന്ന് വീണ്ടും അവന്റെ ബോഡി റീജനറേറ്റ് ചെയ്തെടുക്കും. ഞാൻ നിന്നെ നിരാശപ്പെടുത്തിയെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇനി ഞാൻ എന്റെ പവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നില്ല, എന്റെ യഥാർത്ഥ പവർ കാണിക്കാനുള്ള സമയമെന്ന് പറഞ്ഞ് അവൻ അവന്റെ അൾട്ടിമേറ്റ് പവർ റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു പവർ പുറത്തേക്ക് വരെ ഇവിടെ ഓരോരോ പാർട്സ് ആയിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഹായ് ആയിട്ട് അവനോട് പറയും, എനിക്കറിയാം നീ ഇത്രയും നേരം ഒരുപാട് പവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നെന്ന്, ഇതിനുവേണ്ടിയാണ് ഞാനും കാത്തിരുന്നത്. പവർ ഒരുപാട് മുകളിലേക്ക് പോകുന്ന കണ്ട ഗോക്കു ആണെങ്കിൽ കാര്യം വഷളാകുകയാണെന്ന് മനസ്സിലാക്കി അവനെ തകർക്കാനായി അവന്റെ അടുത്തേക്ക് പോകും. അവന്റെ ആ ഓറ അത് തകർത്ത് അവൻ ഇടിച്ച് താഴേക്ക് ഇടുകയാണ്. നിന്റെ ഇത്രയും വലിയ പവർ അതെന്തുകൊണ്ടാണ് നീ എനിക്ക് നേരെ ഉപയോഗിക്കാത്തത്? ഞാൻ നിന്നെ അപമാനിച്ചുവെന്നും തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും നീ പറഞ്ഞില്ലേ? സോ ഇത്രയും വലിയ പവർ ഉപയോഗിക്കേണ്ടത് എന്റെ നേർക്കല്ലേ? പക്ഷെ ബൂ ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ പല്ല് കടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.